സംസ്ഥാനത്ത് ആദ്യമായാണ് 2 ജില്ലകളിൽ ഒരേ സമയം നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മലപ്പുറത്തും പാലക്കാട്ടും റിപ്പോർട്ട് ചെയ്ത നിപ്പ കേസുകൾക്ക് നേരിട്ട് ബന്ധമില്ല. നിലവിൽ 461 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്തെ 252 പേരും പാലക്കാട് 209 പേരും ഉൾപ്പെടെയാകെ 461 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 27 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. 4 പേർക്ക് പനി ലക്ഷണങ്ങളുണ്ട്. ഇതിൽ 2 പേർ മലപ്പുറത്തെ രോഗിയുമായി അടുത്തിടപഴകിയ ആരോഗ്യ പ്രവർത്തകരാണ്. 2 പേർ പാലക്കാട്ടെ രോഗിയുമായി ബന്ധപ്പെട്ടവരാണ്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം ജില്ലകളിൽ നിന്നുള്ളവരാണ് ചികിത്സയിലുള്ളത്. വൈറസ് മറ്റൊരാളിലേക്ക് പകർന്നിട്ടുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങൾ വരാനിടയുള്ള സമയമാണിതെന്നും ഈ സമയം ഏറെ പ്രധാനപ്പെട്ടതാണെന്നും മന്ത്രി പറഞ്ഞു. ഈ സമ്പർക്ക പട്ടികയിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് 27 പേരാണ്. അതായത് 461 പേരാണ് 2 കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇപ്പൊ 5 ജില്ലകളിലാണ് സമ്പർക്ക പട്ടികയിലുള്ളവരുള്ളത്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂര്, എറണാകുളം. 48 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. 23 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും 23 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ്. 46 സാമ്പിളുകൾ നെഗറ്റീവാണ്. 2 സാമ്പിളുകളാണ് പോസിറ്റീവായത്. മലപ്പുറം ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഉൾപ്പെട്ട 8706 വീടുകളിൽ പനിബാധിതരെ കണ്ടെത്തുന്നതിനുള്ള സർവേലൻസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതേസമയം നിപ്പ പ്രതിരോധത്തിൽ വനംവകുപ്പിന്റെ സഹകരണം ഉറപ്പുവരുത്തുമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. സമ്പർക്കമുള്ളവർക്ക് രോഗസാധ്യതയുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാലയളവായതുകൊണ്ട് തന്നെ പ്രവർത്തനം ഊർജിതമാക്കുകയാണ് ആരോഗ്യവകുപ്പ്. നിപയ്ക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.